ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ എങ്ങനെയും ഭൂമി പൂജ മുടക്കണം എന്നൊരു തീരുമാനത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കാവേരി. അതേസമയം തന്നെയാണ് നിവിൻ വിളിച്ചിട്ട് കാവേരിയോട് പറയുന്നത് ജയബാലൻ ഇന്നാണ് ഭൂമി പൂജയ്ക്ക് വച്ചിരിക്കുന്നതെന്നും തന്നെയും അമ്മയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതറിയുന്ന കാവേരി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാം. തൻ്റെ വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് പറയാം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ തോട്ടത്തിൻ്റെ കാര്യം, ഇന്ന് ജയബാലൻ ആ തോട്ടത്തിൽ ഭൂമി പൂജ വെച്ചിട്ടുണ്ട്. എന്നോട് നിവിൻ ഇക്കാര്യം പറഞ്ഞത്. അയാളെ സമാധാനത്തോടെ ആ ഭൂമി പൂജ നടത്താൻ നമ്മൾ അനുവദിക്കണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഗംഗ ചോദിക്കും, നീ എന്താ കാവേരി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ ചേച്ചി ചെയ്യുക? നമ്മളൊന്നും അറിയാതെ അയാളെ വിജയിക്കാൻ സമ്മതിക്കണോ? നമുക്കിപ്പം ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ ഈ ഭൂമി പൂജ നടക്കുന്നിടത്ത് ചെന്ന് നമുക്ക് സത്യാവസ്ഥ അറിയാമെന്ന് അയാളെ അറിയിക്കാമല്ലോ. അത് അയാളുടെ മനസ്സിൽ ഒരു പേടി ജനിപ്പിക്കും എന്ന് പറയാം. അത് കേൾക്കുന്ന രാധമ്മയെ പറയും, അതെ, കാവേരി പറയുന്നതിലും കാര്യമുണ്ട്. നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു നിന്ന് കഴിഞ്ഞാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും. ജയബാലൻ്റെ മുന്നിൽ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ അരവിന്ദനെ പറ്റിച്ച് അവൻ നേടിയെടുത്ത തോട്ടമാണ് അതെന്ന് നമുക്കറിയാം എന്നുള്ള കാര്യം അവനെ ബോധ്യപ്പെടുത്തണം. അത് അവന് ഒരു ഭയമുണ്ടാക്കും. അതിനുശേഷം അവൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാലോ എന്ന് പറയാം. അപ്പം ശാരദ പറയും, നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും അല്ല ജയബാലൻ. അയാൾ മനസ്സിൽ ഒരുപാട് ക്രൂരതയുള്ള ഒരാളാണ്. നമ്മുടെയൊക്കെ മുന്നിൽ എത്ര മാന്യനായിട്ടാണ് അഭിനയിച്ച് നിന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നോ? കാവേരി പലപ്പോഴും അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്നെ മനസ്സിലാക്കാൻ നോക്കിപ്പിച്ചപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല. അത്രയ്ക്ക് അഭിനയമായിരുന്നില്ലേ എന്ന് ശാരദ പറയണം. അപ്പോൾ ഗംഗയും പറയും, കാവേരി പറയുന്നതിലും കാര്യമുണ്ട് അമ്മേ. അയാളെ ഇങ്ങനെ വെറുതെ ജീവിക്കാൻ അനുവദിച്ചൂടാ. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. നമുക്ക് അവിടെ പോയി ചോദിക്കണം. അച്ഛൻ കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കിടന്നുണ്ടാക്കിയതാ ഓരോ കാശും. ആ പാവം മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശിൻ്റെ ഗുണം ആർക്കാ ഇപ്പം ലഭിക്കുന്നത്? അയാൾക്ക്. എല്ലാം അയാൾ സ്വന്തം പേരിലാക്കി അടക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ധൈര്യം വരികയാണ്. അങ്ങനെ കാവേരിയോടൊപ്പം അവരെല്ലാവരും ഭൂമി പൂജ നടക്കുന്നിടത്ത് പോകാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അവിടെ അതേസമയം നമ്മുടെ ജയബാലനാണെങ്കിൽ പൂജാരിയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ഭൂമി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. ജയബാലൻ്റെ കുടുംബം മാത്രമല്ല, നമ്മുടെ രാജേശ്വരിയും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. രാജേശ്വരി ഇപ്പം എല്ലാ കാര്യത്തിലും കട്ടയ്ക്ക് ജയബാലൻ കൂടെ നിർത്തിയിരിക്കുകയാണ്. തൻ്റെ മകൾ രാഗിണി പഠിത്തം കഴിഞ്ഞ് വരുമ്പം എത്രയും വേഗം രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണം നടത്തണം. അപ്പം നിവിന് സ്ത്രീധനമായിട്ട് ഈ തോട്ടം കൊടുക്കും എന്ന് രാജേശ്വരിയെ വിശ്വസിപ്പിച്ചിരിക്കും ണല്ലോ. എന്തായാലും രാജേശ്വരിക്കും ആ തോട്ടത്തിൽ അങ്ങനെ ഒരു കണ്ണുണ്ട്. അപ്പം തോട്ടമൊക്കെ കാണുമ്പോൾ രാജേശ്വരി ജയബാലനോട് പറയുന്നുണ്ട്, നല്ല അടിപൊളി സ്ഥലമാണല്ലോ ജയബാലേട്ട എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാ ഈ തോട്ടം. ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ തോട്ടവാ എന്ന് പറയണം കേട്ടോ. എന്തായാലും പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷം പൂജാരിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ, നമുക്ക് ഭൂമി പൂജ തുടങ്ങാം. ഭൂമി ദേവി നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പം എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്നാണ് നമ്മുടെ കാവേരിയും കുടുംബം അങ്ങോട്ട് വരുന്നത്. അപ്പം അവരെ അവിടെ കാണുമ്പം നമ്മുടെ രാജേശ്വരി മുഖം ചുളിക്കുക, അല്ല ജയബാലേട്ടൻ ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി പറയും, അയ്യോ രാജേശ്വരി ആൻറ്റി, ക്ഷണിച്ചില്ലെങ്കിലും ഈ ഭൂമി പൂജയിൽ പങ്കെടുക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളവരാ ഞങ്ങൾ, അല്ല ജയബാല സാറേ എന്ന് ചോദിക്കുക. ദേ കാവേരി, ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഇത് എന്ന് പറയാം. അയ്യോ, ജയബാലൻ സാറിൻ്റെ ജീവിതത്തിലെ മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെയും വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് അടിച്ചു മാറ്റി താൻ മേടിച്ചതല്ലേടോ ഈ തോട്ടം. അപ്പം ഇവിടെ നടക്കുന്ന പൂജയുടെ ഭാഗമാകുന്നതിൽ ഈ ലോകത്ത് മറ്റാരെക്കാളും അർഹത ഞങ്ങൾക്ക് തന്നെയാണ് എന്ന് പറയാം. ശാരദ ഇവളതും ഇതും പറയുന്നത് കേട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ജയബാലൻ ചോദിക്കുക. അയ്യോ, എൻ്റെ അമ്മയുടെ നാണം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് ഈ തോട്ടം മേടിച്ചിട്ടോ ഒരു ഉളുപ്പും ഇല്ലാതെ അത് സ്വന്തം പേരിലാക്കി തൻ്റെ തോട്ടമെന്നും പറഞ്ഞ് ഇവിടെ ഭൂമി പൂജ നടക്കാൻ നോക്കുന്ന തൻ്റെ അത്രയും ഉളുപ്പില്ലാത്തവനെ ഈ നാട്ടിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന രാജേശ്വരി ചോദിക്കും, എന്താ ജയബാലേട്ടാ ഇത്? ഈ പെണ്ണ് ഇവിടെ വന്ന് എന്തൊക്കെ തോന്നിവാസമായി വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുക. എൻ്റെ പൊന്ന് രാജേശ്വരി, എനിക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ പിന്നാലെ നടന്ന് പ്രശ്നം ഉണ്ടാക്കല ഇപ്പം ഈ പെണ്ണിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഇപ്പം കണ്ടില്ലേ ഈ ഭൂമി പൂജ എങ്ങനെയെങ്കിലും മുടക്കാനാ ഇവളുടെ വീട്ടുകാരെയും വിളിച്ചുകൊണ്ട് വരുന്നത്. നാണമില്ലാതെ അവൾ പറയുന്നത് കേട്ട് തള്ളേ മക്കളും എല്ലാവരും പിന്നാലെ വന്നിരിക്കുക എന്ന് പറയാം. അതേടോ, ഞങ്ങൾക്കാ നാണമില്ലാത്ത, അതെനിക്ക് ശരിക്കും മനസ്സിലാകുന്നു.
എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട മണലാരണ്യത്തിൽ കിടന്നുണ്ടാക്കിയ ഓരോ രൂപയും തൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി തന്നതിനെ കറക്റ്റായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് തോട്ടത്തിനുള്ളതാണെന്നും എനിക്കറിയാം. എന്നിട്ട് എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വാങ്ങി തരാനായിട്ട് വെച്ചിരുന്ന ഈ തോട്ടം എങ്ങനെ തൻ്റെ പേരിലായിടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ജയപാലൻ ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുക. ദേ കാവേരി, ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നവരുടെ പിന്നാലെ ചെല്ലുകയല്ല. ഞാൻ എന്തെങ്കിലും നക്കാപ്പിച്ച് തരുമെന്ന് കരുതിയാ ഇവിടെ വന്ന് ഈ ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാ എന്ന് പറയാം. ദേ, കൂടുതൽ താൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയൊന്നും വേണ്ട. ഈ ഭൂമി പൂജ നടക്കുന്ന ഈ മണ്ണ്, താൻ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ആരുടെയാണെന്ന് താൻ ഉറപ്പിച്ചിട്ട് വേണം ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് നേർക്കുനേർ സംസാരിക്കാൻ. താൻ ചെയ്തതാ എല്ലാ ചെറ്റത്തരങ്ങളും ഞാൻ കണ്ടുപിടിക്കുകയല്ലെന്ന് താൻ കരുതിയോടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന രാധമ്മ രാജേശ്വരിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. ഞാൻ നിനക്കൊക്കെ എത്ര തവണ ചോറിട്ട് തന്നിട്ടുണ്ടെടി. ഞാൻ തന്ന ചോറിൻ്റെ നന്ദി നിങ്ങൾ കാണിക്കണ്ട. ആങ്ങളെയും പെങ്ങളും കൂടി ചേർന്ന് എൻ്റെ അരവിന്ദനോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ എങ്ങനെ തോന്നി എന്ന് പറയാം. അപ്പം രാജേശ്വരിക്ക് ഇതൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? എന്തായാലും അരവിന്ദേട്ടനെ ചതിച്ചുകൊണ്ട് ജയപാലേട്ടൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണിന് അല്പം അഹങ്കാരം കൂടുതലാണ്. മാന്യന്മാരായിട്ട് ജീവിക്കുന്നവരെയൊക്കെ എങ്ങനെ ഉപദ്രവിക്കാം എന്നാണല്ലോ ഇവളിപ്പം ആലോചിച്ച് നടക്കുന്നത്. എൻ്റെ മകൻ്റെ പിന്നാലെ കൂടിയിരിക്കുവാണല്ലോ ഇവർ. നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. അരവിന്ദേട്ടനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ അരവിന്ദേട്ടൻ്റെ കുടുംബമാണെന്ന് കരുതി എന്ത് നെറുകേടിലും ഞാനും തലകുനിച്ച് തരുമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് രാജേശ്വരി മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് കേട്ടോ കാവേരിയോടും കുടുംബത്തോടും സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പം ശാരദയ്ക്കും നല്ല ദേഷ്യം വരെയാണ്. ജയപാലേട്ട, നിങ്ങൾക്ക് മതിയായില്ലേ? എൻ്റെ അരവിന്ദേട്ടൻ്റെ മരണത്തിന് പോലും നിങ്ങൾ ഒറ്റ ഒരാളാ കാരണക്കാരൻ. എന്നിട്ടിപ്പം എൻ്റെ അരവിന്ദേട്ടൻ മേടിക്കാനിരുന്ന ഈ തോട്ടം എങ്ങനെ നിങ്ങളുടെ പേരിലായി എന്ന് ചോദിക്കുക. ദേശാരതെ, നിങ്ങൾക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ഒരേപോലെ എത്ര തോട്ടങ്ങൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. ഇതൊരു കാട. ഇതിന് ചുറ്റും വളഞ്ഞ് ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളും ഉണ്ട്. അതിലേതെങ്കിലും ആയിരിക്കും അരവിന്ദൻ മേടിക്കണമെന്ന് കരുതി നിങ്ങളെ കാണിച്ചു തന്നത്. പക്ഷേ അവൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അത് മേടിക്കാൻ സാധിച്ചില്ല. ഞാൻ അധ്വാനിച്ച് പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ടൊരു തോട്ടം മേടിച്ചപ്പം അത് നിങ്ങളുടെ എങ്ങനെയാകും? ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്ന് പറയാം. വിശാലും അവിടെയുണ്ട്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അച്ഛനെ കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ സംസാരം ഉണ്ടല്ലോ, അതൊന്നും അത്ര ശരിയല്ല. അല്ലെങ്കിൽ തന്നെ അരവിന്ദൻ അങ്കിൾ മരിച്ചതോടുകൂടി ആ കുടുംബത്തോടുള്ള സകല ബന്ധവും ഞങ്ങൾക്ക് അവസാനിപ്പിച്ചതാ. പിന്നെയും നാണമില്ലാതെ തള്ളേ മക്കളും എൻ്റെ അച്ഛൻ്റെ പിന്നാലെ നടക്കുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, അച്ഛൻ്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് കരുതിയിട്ടാണെങ്കിൽ വെറുതെയാ. നിങ്ങളെപ്പോലെ അഹങ്കാരം പിടിച്ചൊരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഏതെങ്കിലും ആണുങ്ങളുടെ തലയിൽ കയറാനായിട്ടാണ് തള്ളേ മക്കളും ഈ നടക്കുന്നതെങ്കിലേ അതൊക്കെ വെറുതെ എന്ന് പറയാം. അത് കേൾക്കുന്ന കാവേരിക്ക് നല്ല ദേഷ്യം വരെയാണ്. വിശാലിന്റെ ചെകിടടിച്ചൊരെണ്ണം കൊടുക്കാണ് കേട്ടോ. അത് കാണുന്ന ജയപാലന്റെ രക്തം തിളയ്ക്കാണ്. നീ എൻ്റെ മകനെ തല്ലാറായോടി എന്ന് ചോദിക്കുക. തല്ലുക മാത്രമല്ല, എൻ്റെ അച്ഛനെ ചതിച്ചുണ്ടാക്കിയതൊന്നും തന്നെ കൊണ്ട് അനുഭവിക്കാൻ ഞാൻ സമ്മതിച്ച് തരത്തില്ലടോ. തൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാകും. താൻ എങ്ങനെ ഈ തോട്ടം തൻ്റെ പേരിലാക്കിയോ അതേപടി തന്നെ തിരിച്ച് അതെഴുതി മേടിക്കാൻ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളുടെ കളികൾ താൻ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ആ പൂജ അലങ്കോലപ്പെടുത്തിയെടുത്ത് അവിടെ നിന്ന് കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടിട്ട് രാജേശ്വരിക്ക് നല്ല ദേഷ്യം വരിക. എന്തൊക്കെ ഏട്ടാ ഈ നടക്കുന്നത്? അവരുടെ മുന്നിൽ ഞാൻ ഏട്ടൻ തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞെങ്കിലും ഏട്ടനെ ശരിക്കും അറിയാകുന്ന അനിയത്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുക, അരവിന്ദേട്ടനെ ചതിച്ചിട്ട് വേടിയതാണോ ഈ തോട്ടം? എൻ്റെ പൊന്നു രാജേശ്വരി, നീ എങ്കിലും എന്നെ വിശ്വസിക്കുക. ദേ, നിവിനിപ്പം ആ കുടുംബത്തിന് പിന്നാലെയാണ് നടക്കുന്നത്. അവനെ നമ്മുടെ വഴിക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ പെണ്ണ് നിവിൻ്റെ തലയിൽ കയറുന്നതിന് മുന്നേ നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. ഇളക്കി മക്കൾക്കും ഒരു താക്കീത് നൽകുന്നത് എന്തുകൊണ്ടും നല്ലതാ. അല്ലെങ്കിൽ എൻ്റെ കുടുംബം മാത്രമല്ല നിൻ്റെ കുടുംബം കൂടി അവർ പിച്ച് ചീന്തി കളയും. ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര സംസ്കാരമില്ലാത്ത സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന്. ഞാനുണ്ടാക്കിയ എൻ്റെ തോട്ടം പോലും അവരുടേതാണെന്ന് അവർ പറയുന്നത്. ഇതൊക്കെ ശരിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? കാര്യം അരവിന്ദൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. അവനോട് എനിക്ക് സ്നേഹവും ഉണ്ടായിരുന്നു എന്ന് കരുതി അവൻ്റെ അഹങ്കാരം പിടിച്ച കുടുംബത്തെ താങ്ങേണ്ട ഒരു കാര്യവും എനിക്കില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നിവിൻ്റെ അവരോടൊപ്പമുള്ള ഈ സൗഹൃദം നീ തന്നെ നിർത്തിക്കും. അല്ലെങ്കിൽ നാളെ രാഗിണി ഇവിടെ തിരിച്ചെത്തി കഴിയുമ്പം അവൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്ന് പറയാം. അങ്ങനെ രാജേശ്വരിയും കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ജയപാലന് സാധിക്കുന്നുണ്ട്. ഒട്ടും തന്നെ കാവേരിയും കുടുംബത്തെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ജയപാലനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നിവിനെ ആ കുടുംബത്തിൽ നിന്ന് അകറ്റണമെന്നും അല്ലെങ്കിൽ കാവേരിക്ക് പിന്നാലെ നിവിൻ പോകുമെന്നും തൻ്റെ മകനും തന്നെ ധിക്കരിച്ചുകൊണ്ട് കാവേരിയെ കല്യാണം കഴിക്കും എന്നുള്ള പേടിയൊക്കെ രാജേശ്വരിയുടെ മനസ്സിൽ ശരിക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാഗിണിയുമായിട്ടുള്ള ഈ ബന്ധം എത്രയും വേഗം
നടത്തിയെടുക്കണമെന്ന് തന്നെയാണ് രാജേശ്വരി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജേശ്വരി നേരെ ടീ കപ്പ് റിസോർട്ടിലേക്ക് പോകാതെ സ്നേഹതീരത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കാവേരിയും കുടുംബം എല്ലാവരും ഉണ്ട്. അപ്പോൾ ശാരദയോട് പറയും, ശാരദയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് ശാരദയും മക്കളും ജയപാലേട്ടൻ്റെ തോട്ടത്തിൽ വന്ന് നടത്തിയ ഷോയൊക്കെ ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. അരവിന്ദേട്ടൻ എത്ര മാന്യനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ പേര് കളയാൻ വേണ്ടി ശാരദയും മക്കളും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെട്ടു. മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഉപദ്രവിക്കാം, അവരുടെ സ്വത്തുവകകൾ എങ്ങനെ കൈക്കലാക്കാം, ഇതൊക്കെ ശരിക്കും തെമ്മാടിത്തരവ എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന കാവേരി പറയും, ഞങ്ങളെ നല്ലതും ഗുണവും പഠിപ്പിക്കാനായിട്ടാണോ രാജേശ്വരി മേഡം ഇത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ ആങ്ങളെ ഉണ്ടല്ലോ ജയപാലൻ, അയാൾ എന്താ ഏതാണെന്ന് മനസ്സിലാകുമ്പം നിങ്ങൾ തന്നെ ഇതൊക്കെ തിരുത്തി പറഞ്ഞോളും. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ സഹോദരനല്ലേ, സഹോദരൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം ന്യായീകരിക്കുന്ന സ്വഭാവമാണല്ലോ നിങ്ങൾക്കും ഉള്ളത് എന്ന് പറയാം. നിന്നോടൊന്നും തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ അല്ല ഞാനിവിടെ വന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ മകനെ നീ വിട്ടേക്കണം. നിന്റെ വലയിൽ പെടുത്തിയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ്റെ കല്യാണമേ ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാ. അവൻ്റെ ജീവിതം നീയായിട്ട് തുലയ്ക്കരുത്. ഇവിടെയുള്ള പെൺകുട്ടികളുടെയൊക്കെ സ്വഭാവം പാവം പിടിച്ച ആൺകുട്ടികളെയൊക്കെ വലവീശി പിടിക്കുക, അവരുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കല്യാണം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. ശാരദേ, നീ നിന്റെ മൂത്ത മകൾ ഗംഗയുടെ കല്യാണം നടത്തിയത് എങ്ങനെയാണെന്നൊക്കെ ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ആ സുജാതയുടെ എതിർപ്പുകളെ അവഗണിച്ച് വിനീതിനെ നിന്റെ മകളെ കൊണ്ട് നീ കെട്ടിച്ചതല്ലേ. എന്നിട്ട് അവനെ ഇപ്പോഴും ഈ വീട്ടിലല്ലേ നീ കേട്ട് താമസിപ്പിച്ചിരിക്കുന്നത് പോലും. അവൻ്റെ അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ നീ അവനെ അകറ്റിയില്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ മകളുടെയും കല്യാണം ചെലവില്ലാതെ നടത്താനായിട്ടായിരിക്കും എൻ്റെ മകനെ വലവീശി പിടിച്ചിരിക്കുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ മകൻ എന്നെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലാതെ എൻ്റെ മകനോട്ട് കല്യാണം കഴിക്കുന്നത് എനിക്ക് താല്പര്യവും ഇല്ല. അതുകൊണ്ട് മകളെ പറഞ്ഞ് ഇപ്പം തന്നെ നിലയ്ക്ക് നിർത്തിയിരിക്കണം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, ഒരിക്കലും ഞാനും എൻ്റെ മക്കളോ ആൺകുട്ടികളെ വല വീശി പിടിക്കാനായിട്ട് പോയിട്ടില്ല. പിന്നെ എൻ്റെ ഗംഗയെ വിനീത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് തന്നെ എല്ലാവരെയും കാങ്കെ അഗ്നിസാക്ഷിയായി അമ്പലമുറ്റത്ത് വെച്ചിട്ടാ എന്ന് പറയാണ്. പിന്നെ ഇപ്പം സുജാതയ്ക്കും അതിലൊരു വിഷമവും ഇല്ല. പിന്നെ കാവേരിമോൾ ഒരിക്കലും നിങ്ങളുടെ മകനെ വല വീശി പിടിക്കാനായിട്ട് പിന്നാലെ ചെന്നിട്ടുമില്ല. സഹായങ്ങളൊക്കെ ചെയ്തത് വിനീതിൻ്റെ സുഹൃത്തായതുകൊണ്ട് നിവിനാണ് ഇങ്ങോട്ട് ഓരോ തവണയും വരുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പം മോശക്കാരിയാക്കിക്കൊണ്ടുള്ള ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാവേരിക്ക് നല്ല ദേഷ്യം വരിക. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ വേറെ ചെറുക്കന്മാരില്ലാത്തത് കൊണ്ടാണോ ഞാൻ നിങ്ങളുടെ മകനെ സ്നേഹിക്കുന്നത്? ഞാനും ഇവനും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്, അതിനപ്പുറം ഒരു ബന്ധവുമില്ല എന്ന് കാവേരി തീർത്തു പറയാണ്. ഒരു ബന്ധം ഉണ്ടാകാനും പാടില്ല, ഇനി നീയും അവനുമായിട്ടുള്ള ഈ സൗഹൃദവും വേണ്ട, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത് പോലെ സംസാരിച്ച് രാജേശ്വരി അവിടെ നിന്ന് പോവാണ് കേട്ടോ. നമ്മുടെ കാവേരിയുടെ മനസ്സിൽ നിവിനോട് പ്രണയമൊക്കെ ഉണ്ട്, ചെറുതായിട്ടെങ്കിലും തന്നെ എപ്പോഴും സഹായിക്കുന്ന ഓരോ തവണയും തനിക്ക് താങ്ങാവുന്ന നിവിനോട് മനസ്സുകൊണ്ടെങ്കിലും ഒരടുപ്പം കാവേരിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ രാജേശ്വരിയുടെ ഈ സംസാരം കേൾക്കുമ്പം തൻ്റെ മനസ്സിൽ മുളപൊട്ടിയ ആ ചെറിയ പ്രണയം പോലും മുളയിലെ നുള്ളിക്കളയാൻ കാവേരി ശ്രമിക്കുന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു പ്രവൃത്തിയോടുകൂടി ജയപാലൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയും കാവേരിയെ ഇല്ലാതാക്കണം. കാവേരി തൻ്റെ മുകളിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു വാള് പോലെ വളർന്നു നിൽക്കും എന്ന് ബോധ്യപ്പെടുകയാണ് ജയപാലന്. അതുകൊണ്ട് തന്നെ കാവേരിയെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നതും ഗുണ്ടകളെ അതിനായിട്ട് ഇറക്കുന്നതും കാവേരിയെ കൊല്ലാൻ തീരുമാനിക്കുന്നതും ഒക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കാവേരിക്കും കുടുംബത്തിനും മാത്രം അവകാശപ്പെട്ട അവരുടെ സ്വത്തുവകകൾ ജയപാലൻ്റെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്ത് മേടിച്ചെടുക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ